മൂല്യന്മാരടക്കം സോഷ്യൽ മീഡിയയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാടുപെടുക. എന്നുവെച്ചാൽ ഒരു നാടൻ, പക്ക നാടൻ ഒരു നാടൻ പോയല്ലോ. ഇപ്പം മനുഷ്യനെ കൊണ്ട് ഇനി എന്താണെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് പള്ളി മദ്രസ ഉണ്ടാകുക. കാരണം എന്തുകൊണ്ട്? ആ നോർത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യൻ ഒരു വലിയ മാനാണെന്ന് തോന്നണം. അപ്പം ആ മനുഷ്യൻ ചെന്നാൽ ഒരു പൈസ കൊടുക്കും, അവിടെ പള്ളി മദ്രസ ഉണ്ടാക്കുകയാണ്. ഇപ്പം ഛത്തീസ്ഗഡിൽ അവിടുന്ന് എന്തായാലും ചിലർ പറയുമ്പോൾ വലിയ ആളായാവില്ലേ നടക്കണം. ആയിക്കോട്ടെ ചങ്ങായി, ആയിക്കോട്ടെ, എനക്കെന്താ പണി? ആ നാട്ടിൽ ഈ മനുഷ്യൻ ചെന്നാൽ ആ നാട്ടുകാർ മുഴുവൻ കൂടും. കാരണം മക്കത്തേക്ക് നടന്നുപോയാൾ എന്നാണ്. ഒരു മക്കത്തേക്ക് തീരെ പോകാത്ത കൂട്ടരാണ്. അവിടെ മക്കത്തേക്ക് നടന്നുപോയ ഒരു മനുഷ്യനെ കാണുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടി കണ്ടായാലൊക്കെ പൈസ കൊടുക്കുക. ഈ പൈസ കൊണ്ട് പള്ളി മദ്രസ ഉണ്ടാക്കും. ഓൻ്റെ ചിലവും കഴിഞ്ഞിട്ടുണ്ടാവും. അതിന് എനക്കൊല്ല ഇഷ്ടമുണ്ട്. മക്കത്തെ ഇമാമിനില്ലേ ചിലവിൻ്റെ പൈസ? എൻ്റെ മക്കത്തെ ഇമാമിന് പൈസ വാങ്ങാൻ പാടുണ്ടെന്ന് മറ്റേ ഷിയാബ് ചോറ്റൂരിന് പൈസ വാങ്ങാൻ പാട്. അതേ ഏത് വാപ്പേടാ പറഞ്ഞേ? നിങ്ങൾക്കൊക്കെ മുണുങ്ങാൻ പൈസ വാങ്ങാം, നിങ്ങൾക്ക് വയൽ പറഞ്ഞാൽ പൈസ വാങ്ങാം, ഇമാമത്ത് നിന്നാ പൈസ. ഷിയാബ് ചോറ്റൂരിന് ഛത്തീസ്ഗഡ് പോയിട്ട് മദ്രസ ഉണ്ടാക്കുമ്പോൾ ഒരു 5000 10,000 വാങ്ങാം. അത് പാടില്ല. അത് ഏത് ബാപ്പാൻ്റെ മതമാണ്? ഓനല്ല പെണ്ണുങ്ങൾ കുട്ടികളും. ഏതായാലും നാട് ഹയാത്താണില്ലേ? എത്ര നാട്ടിൽ മദ്രസ ഉണ്ടായി? എത്ര നാട്ടിലാണ് മദ്രസ ഉണ്ടായത്? എത്ര നാട്ടിലാണ് പള്ളി ഉണ്ടായത്? എന്താ ഇതൊക്കെ? നമ്മൾ ഒരു മനുഷ്യനെ ചീത്ത പറയാൻ എളുപ്പല്ലേ? അയാൾ ഞമ്മക്ക് നീയത്തറിയോ? അല്ല ശക്കത്ത കൽബഹു എന്ന് ചോദിച്ചില്ലേ? ജോന്റെ ഹൃദയം കീറി നോക്കിയോ? നമ്മളോ പോകൂല. ഒരു മനുഷ്യൻ പോയി, നടന്നുപോയി, അവൻ തിരിച്ചു പോരും, വാഗാതിർത്തിന് തിരിച്ചു പോരും എന്ന് പറഞ്ഞു എന്തൊക്കെ പൊല്ലാപ്പുണ്ടാക്കി. അള്ളാഹു തൗഫീഖ് കൊടുത്തില്ലേ? പോയില്ലേ? കഅബാലയത്തിന്റെ മുറ്റത്ത്, കഅബാലയത്തിന്റെ കിസ്വയിൽ പിടിച്ചില്ലേ? ഇവിടുന്ന് ചോറ്റൂരിൽ നടന്നിട്ട് അവിടെ വരെ എത്തിയില്ലേ? അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ തൗഫീഖല്ലേ? പറയാത് റബ്ബിന്റെ തൗഫീഖാണോ? അല്ലേ, റബ്ബി തൗഫീഖാണ്. ഇടുവാത്ത റബ്ബിന്റെ അടയാളല്ലേ? ഒരു മനുഷ്യൻ നടക്കല്ലേ ആ കാലുകൊണ്ട്?